വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിനു വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഓർമ്മിക്കുക, ഈശോ മിശിഹ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണെന്നത് തികച്ചും വിശ്വസനീയമാണ്. പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി: മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ ആധിപത്യങ്ങൾക്കോ ശക്തിക്കോ ഇപ്പോഴുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടികൾക്കോ നമ്മുടെ കർത്താവായ ഈശോ മിശിഹായിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും എന്നെ വേർപെടുത്തുക സാധ്യമല്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഇനി ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. ഇപ്രകാരം മിശിഹായുമായി താതാത്മ്യം പ്രാപിച്ച പൗലോസ്ലീഹയാണ് അവസാനം ഏറ്റുപറയുക: ഞാൻ പാപികളിൽ ഒന്നാമനാണെന്ന്. നാം വിശുദ്ധിയിൽ വളരുമ്പോഴാണ് ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുന്നിൽ പാപിയാണെന്ന അവബോധം ഒരു മനുഷ്യനിൽ ഉണ്ടാവുക. അപ്പോൾ അഗാധമായ മനസ്താപമുണ്ടാവുകയും ദൈവസ്നേഹം ആസ്വദിക്കാനും കഴിയുന്നു. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന മനസ്താപത്തെക്കാൾ ഉപരി ഭയത്തിൽ നിന്നുണ്ടാകുന്ന മനസ്താപമാണ്. അത് നമ്മെ നിരാശയിലേക്കും നിരാശ നിത്യനാശത്തിലേക്കും നയിക്കും. സ്നേഹത്തിൽ നിന്നുണ്ടാകുന്ന മനസ്താപം നമ്മെ നിത്യരക്ഷയിലേക്കും ജീവിതത്തിന്റെ ഉന്നതങ്ങളിലേക്കും നയിക്കും. അതിനുദാഹരണമാണ് പത്രോസിന്റെ അനുഭവം. എന്റെ കർത്താവേ, ഞാൻ പാപിയാണ്, എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് പറഞ്ഞ പത്രോസ് ദൈവസ്നേഹത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അഗാധമായ മനസ്താപമുണ്ടാവുകയും തന്മൂലം ആഴത്തിൽ ദൈവസ്നേഹം അനുഭവിക്കുകയും ചെയ്തു. നമുക്കും ഈ വിശുദ്ധരുടെ ജീവിതാനുഭവം മാതൃകയായി സ്വീകരിച്ച് അഗാധമായ മനസ്താപം വഴി ദൈവസ്നേഹം ആഴത്തിൽ അനുഭവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി ഒരുങ്ങാം. അതിനായി പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നോടു കരുണ തോന്നേണമേ, എന്നിൽ അലിവുണ്ടാകണമേ. ദൈവമേ, എന്നോടു കരുണ തോന്നേണമേ, എന്നിൽ അലിവുണ്ടാകണമേ. അപരാധമേറെ ചെയ്തു പോയി നാഥ, എൻ പാപമെല്ലാം ക്ഷമിക്കണമേ. അപരാധമേറെ ചെയ്തു പോയി നാഥ, എൻ പാപമെല്ലാം ക്ഷമിക്കണമേ. നാഥ, കരുണയുണ്ടാകണമേ, എന്നിൽ അലിവുണ്ടാകണമേ. നാഥ, കരുണയുണ്ടാകണമേ, എന്നിൽ അലിവുണ്ടാകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ സ്നേഹത്താൽ എന്നെ തഴുകണമേ.
സ്നേഹത്താൽ എന്നെ കഴുകേണമേ. ദൈവമേ, എന്നോട് കരുണ തോന്നേണമേ. എന്നിൽ അലിവുണ്ടാകണമേ. വെളിച്ചത്തെയല്ല ഇരുളിനെ ഞാൻ സ്നേഹിച്ചു. നന്മയ്ക്കു പകരം തിന്മയെ ഞാൻ തിരഞ്ഞെടുത്തു. വെളിച്ചത്തെയല്ല ഇരുളിനെ ഞാൻ സ്നേഹിച്ചു. നന്മയ്ക്കു പകരം തിന്മയെ ഞാൻ തിരഞ്ഞെടുത്തു. ജീവന്റെ പാതയെ ത്യജിച്ചു ഞാൻ നാഥ. മരണത്തിൻ വഴിയെ ചരിച്ചു. നിന്റെ സ്നേഹത്തിൽ നിന്നു ഞാൻ അകന്നു. നാഥ, കരുണയുണ്ടാകണമേ. എന്നിൽ അലിവുണ്ടാകണമേ. നാഥ, കരുണയുണ്ടാകണമേ. എന്നിൽ അലിവുണ്ടാകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. നിൻ സ്നേഹത്താൽ എന്നെ തഴുകേണമേ. തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. നിൻ സ്നേഹത്താൽ എന്നെ തഴുകേണമേ. വിശുദ്ധിയിലല്ല അശുദ്ധിയിൽ ഞാൻ ജീവിച്ചു. നിന്നെ മറന്ന് ലോകമോഹങ്ങളിൽ ലയിച്ചു. വിശുദ്ധിയിലല്ല അശുദ്ധിയിൽ ഞാൻ ജീവിച്ചു. നിന്നെ മറന്ന് ലോകമോഹങ്ങളിൽ ലയിച്ചു. പുതിയൊരു ഹൃദയം നൽകണേ നാഥ. പുതു ചൈതന്യം പകരൂ. എന്നെ പുതു സൃഷ്ടിയാക്കി മാറ്റൂ. ദൈവമേ, എന്നോടു കരുണ തോന്നേണമേ. എന്നിൽ അലിവുണ്ടാകണമേ. അപരാധമേറെ ചെയ്തു പോയി നാഥ. എൻ പാപമെല്ലാം ക്ഷമിക്കണമേ. നാഥ, കരുണയുണ്ടാകണമേ. എന്നിൽ അലിവുണ്ടാകണമേ. നാഥ, കരുണയുണ്ടാകണമേ. എന്നിൽ അലിവുണ്ടാകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകേണമേ. നിൻ സ്നേഹത്താൽ എന്നെ തഴുകേണമേ.
തിരുരക്തത്താൽ എന്നെ കഴുകണമേ, നിൻ സ്നേഹത്താൽ എന്നെ കഴുകണമേ. ദൈവമേ, എന്നോട് കരുണ തോന്നേണമേ, എന്നിൽ അലിവുണ്ടാകണമേ.